വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അഹ്മദുഹു ഹംദൻ ബിലാ അഹദ്. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സിഫത്തു സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന വിഷയത്തിലുള്ള രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. എല്ലാ മാസത്തിലും ഒരു ദിവസം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമസ്കാരത്തിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം, ആ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് മുതൽ നമ്മൾ നമസ്കാരത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ള അർക്കാനുകളെ സംബന്ധിച്ച്, അതിൻ്റെ റുക്നുകളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും നമസ്കാരം പഠിച്ചത് മദ്രസകളിൽ വെച്ചാണ്. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മദ്രസകളിൽ നമ്മൾ പഠിച്ച നമസ്കാരം പല ആളുകളും സമസ്തയുടെ മദ്രസയിൽ പഠിച്ച ആൾക്കാരുണ്ട്, സലഫി മദ്രസകളിൽ പഠിച്ച ആൾക്കാരുണ്ട്. ഏത് മദ്രസകളിലായാലും ഒരു ചെറിയ കുട്ടിയുടെ പ്രായത്തിൽ അവൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവന് മനസ്സിലാക്കാൻ സാധ്യമാകുന്നൊരു സിലബസാണ് സാധാരണ മദ്രസകളിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു പഠനം മദ്രസകളിൽ യഥാർത്ഥത്തിൽ പ്രായോഗികമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളുടെയും നമസ്കാരത്തിൽ പല വിധത്തിലുള്ള അബദ്ധങ്ങൾ, പലതരത്തിലുള്ള തെറ്റുകൾ നമ്മൾ കാണുന്നത്. ആരുടെയും കുറ്റമല്ല, നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷെ നമ്മുടെ ബാധ്യതയാണ് നമ്മൾ നമസ്കാരത്തെ ആത്മാർത്ഥമായി അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ, നമ്മുടെ ഈ നമസ്കാരത്തെക്കുറിച്ചുള്ള പഠന പരമ്പര അവസാനിക്കുമ്പോൾ, നമസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളുണ്ട് എങ്കിൽ അത് തിരുത്താനും അതൊരാഴത്തിൽ പഠിക്കാനും നമുക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. സാധാരണ പറയും നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ 9 എണ്ണമാണ് എന്നാണ് പറയുന്നത്. നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ, ഞാൻ പറയുന്നതൊരു പ്രസംഗമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത്. നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ 9 കാര്യങ്ങളാണ്. ആ 9 ഷർത്തുകളെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിലെ ഏതാനും ക്ലാസ്സുകൾ കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനൊക്കെ ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇന്ന് അത്തരമൊരു വിഷയമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ മെത്തേഡ് ഉപയോഗിക്കാത്തത്. അപ്പോൾ നമ്മൾ
അടിസ്ഥാനപരമായി പഠിക്കേണ്ടത് നമസ്കാരത്തിൻ്റെ ഷുറൂത്തുകൾ, ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ അത് 9 കാര്യമാണ് എന്ന് പഠിക്കണം. ഈ 9 കാര്യങ്ങൾ ഉള്ള ഒരാളുടെ നമസ്കാരം ശരിയാവും. ഈ 9 കാര്യങ്ങളിൽ അബദ്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത് അറിയില്ല എങ്കിൽ അവൻ്റെ നമസ്കാരം ശരിയല്ല. അപ്പോൾ ഒരു നിസ്കരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ 9 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. അതെന്തൊക്കെയാണ്, അതിൻ്റെ തർത്തീബ് എന്താണ്, ഇതിനൊരു ഓർഡർ ഉണ്ട്, ഇതിനൊരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റിയാൽ എന്ത് ചെയ്യില്ല, നമസ്കാരം ശരിയാവും. അപ്പോൾ ബേസ് എന്താണ്, നമസ്കാരത്തിന് 9 ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളെ പണ്ഡിതന്മാർ 2ആയി വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്താ ചോദ്യം? ഈ ഷർത്തുകൾ ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് 9 ഷർത്തുകളുണ്ടെന്ന് പറഞ്ഞുകൂടോ? ഇല്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് 9 ഷർത്തുകളുണ്ട് എന്ന് നമ്മൾ പഠിപ്പിച്ചത്. നമസ്കാരത്തിൻ്റെ വാജിബാത്തുകളുണ്ട്, നമസ്കാരത്തിന് ശുറൂത്തുകളുണ്ട്, നമസ്കാരത്തിന് സുനനുകളുണ്ട്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ചതല്ല. മറിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസുകളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത് നമസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് എന്ന് പണ്ഡിതന്മാർ വേർതിരിച്ച് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വളരെ സുപ്രധാനമായ ഒരു ഹദീസിനെ മുന്നിൽ വെച്ചാണ് നമസ്കാരത്തിൻ്റെ ഷർത്തുകളെ പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിക്കുന്നത്. ആ ഹദീസ് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നമുക്കത് വിശദീകരിക്കാം. അപ്പം ഞാൻ പറയുന്നത്, നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഇതിങ്ങനെ 1, 2, 3 അങ്ങനെ നബി പഠിപ്പിച്ചോണം ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് അത് പണ്ഡിതന്മാരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിൻ്റെ ബേസ് എന്താണ്, അടിസ്ഥാനം എന്താണ്? ഹദീസ് തന്നെയാണ്, അതിൽ സംശയമല്ല. അപ്പോൾ 9 ഷർത്തുകളെ പണ്ഡിതന്മാർ 2ആയി വിഭജിച്ചു. എന്താണ് ആ 2 ഷർത്തുകൾ? എന്താണ്? അതിലൊന്ന്, നമസ്കാരം അല്ലാഹു സ്വീകരിക്കാനുള്ള ഷർത്തുകളുണ്ട്. നമസ്കാരം റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ചില ഷർത്തുകളുണ്ട്. അതേപോലെ തന്നെ നമസ്കാരം ശരിയാകാനുള്ള ഷർത്തുണ്ട്. അപ്പോൾ ഒന്ന് നിസ്കാരത്തിൻ്റെ പുറത്താണ്, ഒന്നെന്താണ്, നമസ്കാരം സ്വീകരിക്കാനുള്ള ഷർത്താണ്. 2 നമസ്കാരം ശരിയാവാനുള്ള ഷർത്താണ്. ഇത് രണ്ടും ശരിയാവണം. ഇത് രണ്ടും കൂടി 9 കാര്യമാണ്. ആ 9 കാര്യങ്ങളെ പണ്ഡിതന്മാർ ഇങ്ങനെ നമുക്ക് വേർതിരിച്ചു തന്നു. നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ ചില ഷർത്തുകളുണ്ട്, നമസ്കാരം ശരിയാകണമെങ്കിൽ ചില ഷർത്തുകളുണ്ട്. അതിൽ നമസ്കാരം സ്വീകാര്യമാകാനുള്ള ഷർത്തുകൾ 3 എണ്ണമാണ്, 3 കാര്യങ്ങളാണ്. അതിലൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഇതിൻ്റെ മാത്രമല്ല. അപ്പോൾ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയും, നോമ്പ് ശരിയാകണമെങ്കിൽ ഒരു ഷർത്തുണ്ട്, ഹജ്ജ് ശരിയാകണമെങ്കിൽ ഒരു ഷർത്തുണ്ട്. മനസ്സിലായില്ലേ? അതിലെ ഷർത്ത് എന്താണ്? അതിലെല്ലാ പണ്ഡിതന്മാരും എല്ലാ കർമ്മങ്ങളിലെയും ഒന്നാമത്തെ ഷർത്ത് ഇസ്ലാമാണ്. അഥവാ ഒരാൾ മുസ്ലിം ആയാലാണ് അയാളുടെ നിസ്കാരം ശരിയാകുക, ഒരാൾ മുസ്ലിം ആയാലാണ് അയാളുടെ ഹജ്ജ് ശരിയാവുക, ഒരാൾ മുസ്ലിം ആയാലാണ് അയാളുടെ നോമ്പ് ശരിയാവുക. അപ്പം ഏത് കർമ്മത്തിൻ്റെയും ആ കർമ്മം സ്വീകരിക്കാനുള്ള അസിൽ, അതിൻ്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകണമെന്നുള്ളതാണ്. മുസ്ലിം അല്ലാത്ത ഒരാളുടെ കർമ്മം എന്ത് ചെയ്യൂല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. നമുക്കറിയാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ മതം എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ആരെങ്കിലും ദീനായി സ്വീകരിച്ചാൽ അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കൂല. അപ്പം നമ്മുടെ ഏത് കർമ്മമാകട്ടെ, നിസ്കാരം മാത്രമല്ല, നോമ്പ് മാത്രമല്ല, എന്ത് കർമ്മമാകട്ടെ, റബ്ബ് സ്വീകരിക്കണോ അതിൻ്റെ ഒന്നാമത്തെ നിബന്ധന നമ്മൾ മുസ്ലിം ആകുക എന്നുള്ളതാണ്. അപ്പം അതിലേക്ക് ഞാൻ ആഴത്തിൽ എന്ത് ചെയ്യുന്നില്ല, പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഒരു ഷർത്ത് എന്താണ്? അത് മുസ്ലിം ആവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഷർത്ത് അഖലുണ്ടാവുക, ബുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരാൾ മുസ്ലിമാണ്, നമ്മുടെ നിസ്കാരം എന്ന് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ മുസ്ലിം ആകണം. രണ്ടാമത്, നമസ്കരിക്കുന്ന ആൾ ആഖിലായിരിക്കണം, അഥവാ ബുദ്ധിയുള്ള മനുഷ്യനായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫി അൽ ഖലമു അൻ തലാത്തത്തിൻ. 3 വിഭാഗം ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് അവർ? അനിൽ മജ്നൂൻ. മജ്നൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ, ജിന്നത്ത് ബാധിച്ച ആൾ. ഇപ്പൊ പ്രവാചകന്മാരെ ആ കാലഘട്ടത്തിൽ ആൾക്കാർ കളിയാക്കിയത് എങ്ങനെയാ? ഭ്രാന്തന്മാരാണെന്ന് പറയാം. ഇൻ ഹുവ ഇല്ല റജുലൻ ബിഹി ജിന്നത്തുൻ. ജിന്നത്ത് ബാധിച്ച ആളാണ്, ജിന്ന് ബാധിച്ച ആളാണ്, അഥവാ ഭ്രാന്ത് ബാധിച്ച ആളാണ്, മജ്നൂനാണ് എന്ന് പറഞ്ഞ് പ്രവാചകന്മാരെ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രവാചകത്തിന് മേൽ പറയാണ്, 3 കൂട്ടം ആളുകളുടെ മേൽ പേന ഉയർത്തപ്പെടുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 3 മനുഷ്യന്മാർ, 3 ആളുകൾ, 3 കൂട്ടം ആളുകൾ അവരുടെ കർമ്മങ്ങൾ എഴുതി വെക്കൂല, മലക്കൾ എഴുതി വെക്കൂല. അതാണ് റുഫി അൽ കലം, പേന ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ. അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തണില്ല.
അതാരാണ്? ഒന്ന് മജ്നൂനാണ്, ഭ്രാന്തനാണ്. ഭ്രാന്തുള്ള മനുഷ്യൻ അവൻ്റെ അഖ്ല് ശരിയാകുന്നത് വരെ, അവൻ്റെ ബുദ്ധി ശരിയാകുന്നത് വരെ, ഭ്രാന്ത് നീങ്ങുന്നത് വരെ എന്തില്ല, അവൻ്റെ തിന്മകൾ ഒന്നും രേഖപ്പെടുത്തൂല, അവന് രേഖപ്പെടുത്തലില്ല. രണ്ടാമത്തതാരാ? രണ്ടാമത്തുവ അനിന്നഇം, നൗമ് ബാധിച്ച ആൾ, ഉറങ്ങണ മനുഷ്യൻ, ഉറങ്ങണ ആൾ. ഒരാൾ ഉറങ്ങിപ്പോയാൽ അയാൾ ഉറക്കം ഉണരുന്നത് വരെ എന്തില്ല, അയാളുടെ കർമ്മങ്ങൾ രേഖയെടുത്ത് പറ്റി വെക്കൂല, ഉറക്കം ഉണരുന്നത് വരെ. അപ്പോൾ ഒരാൾ രാത്രി എന്ത് ചെയ്തു? ഉറങ്ങാൻ കടന്നു. അയാൾ സുബഹിക്ക് എഴുന്നേറ്റില്ല, സുബഹിന്റെ ബാങ്ക് കൊടുത്ത് എഴുന്നേറ്റില്ല. അയാൾ കുറ്റക്കാരനാണ്. സ്ഥിരമായിട്ട് ഉറങ്ങാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഉറക്കത്തിൽ നിന്ന് ഉണരാനുള്ള ഒരുപാട് സംവിധാനം അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ ഒരാൾ അറിയാതെ ഉറങ്ങിപ്പോയി, മനുഷ്യന്മാരാണ്. ആ ഉറങ്ങിപ്പോയതിൻ്റെ പേരിൽ അയാൾ ശിക്ഷാർഹനല്ല. ഉറക്കം എഴുന്നേറ്റ ഉടനെ അയാൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. മനസ്സിലായില്ല? അപ്പം അതുകൊണ്ട് തന്നെ 3 വിഭാഗം ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടു. അതിലൊന്ന് ഭ്രാന്തനാണ്, ഭ്രാന്ത് നീങ്ങുന്നത് വരെ. 2 ഉറങ്ങിയ മനുഷ്യൻ, ഏതുവരെ? ഹത്താ യസ്തയഖിള, അവൻ ഉണരുന്നത് വരെ. 3ാമത്തെ വിഭാഗം അനിസ്വബി, കുട്ടികളാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏതുവരെ? ഹത്താ യഹ്തലിം, അവർ പ്രായപൂർത്തി എത്തുന്നത് വരെ. മനസ്സിലായോ? അപ്പോൾ ഒരു മനുഷ്യന്റെ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ അവൻ മുസ്ലിമാകണം, അവൻ ജിന്നത്ത് ബാധിച്ച ആളാകരുത്, മജ്നൂനാകരുത്, അവൻ ആരാകരുത്? ഉറങ്ങിക്കിടക്കുമെന്നാലും നിസ്കരിക്കാൻ പറ്റില്ല, ഉറക്കം ഉണർന്നെഴുന്നേറ്റവനാകണം, അഥവാ ഉണർച്ചയിലായിരിക്കണം, ഉണർച്ചയിലുള്ളവനായിരിക്കണം, ഉറക്കത്തിൽ നിസ്കാരമല്ല. പിന്നെ ആരായിരിക്കരുത്? അവൻ പ്രായപൂർത്തി എത്തിയ ആളാകണം. അതിൽ മസ്അലകളുണ്ട്. പ്രായപൂർത്തി എത്തിയത് എപ്പോഴാണ് കുട്ടികളുടെ നിസ്കാരം, അത് മറ്റൊരു മസ്അലയാണ്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. എന്തായാലും ചെറിയ കുട്ടികൾ പ്രായപൂർത്തി എത്തുന്നത് വരെ അവരുടെ മേൽ കുറ്റമില്ല, നിസ്കരിക്കേണ്ടെന്നല്ല. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, എപ്പോഴാണ് പ്രായപൂർത്തി എത്തുക? പണ്ഡിതന്മാർ പറഞ്ഞത് 15 വയസ്സായാൽ 3 അടയാളങ്ങൾ പറഞ്ഞു. ഒന്ന്, 15 വയസ്സായാൽ അയാളെ പ്രായപൂർത്തി എത്തിയതായി കണക്കാക്കണം. 15 വയസ്സായാൽ അവിടെ മറ്റ് നിബന്ധനകളൊന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കക്ഷത്തിലോ മുഖ്യഭാഗങ്ങളിലോ രോമം വരികയാണ് എങ്കിൽ അവർ പ്രായപൂർത്തിയുടെ അടയാളമാണ്. അതേപോലെ തന്നെ സ്ഖലനം സംഭവിക്കുക എന്നുള്ളത് എന്തിൻ്റെ അടയാളമാണ്? പ്രായപൂർത്തിയുടെ അടയാളമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നിഫാസ്, ഹൈദ് ബാധിച്ചാൽ, ആർത്തവ രക്തം പുറത്തു വന്നാൽ അവരെന്താണ്? അവർ പ്രായപൂർത്തി എത്തിയ ആൾക്കാരാണ്. അപ്പോൾ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ അതാണ്. അത് ഫിഖ്ഹിന്റെ മസ്അലകളിൽ പണ്ഡിതന്മാർ നമ്മളെ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അഖ്ലിനെ ഒന്നുകൂടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വകതിരിവെത്ത് എന്ന് പറയും. പ്രായപൂർത്തി എത്തുക എന്നുള്ളത് വകതിരിവെത്ത്, അങ്ങനെ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി പറഞ്ഞത് 7 വയസ്സ് വരെ, 7 വയസ്സ് മുതൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കാരം കൽപ്പിക്കണം. 10 വയസ്സ് വരെ കൽപ്പിക്കണം, അവരെ ശീലിപ്പിക്കണം. 10 വയസ്സായിട്ടും അവർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? നിങ്ങൾ അടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ അടിക്കണം. കുട്ടികളെ തല്ലാൻ വേണ്ടി ഇസ്ലാം അനുവദിച്ചൊരു കാര്യം ഏതാ? ഒന്ന്, നിസ്കരിക്കാത്ത വിഷയത്തിലാണ്. അപ്പോൾ രക്ഷിതാക്കളായ നമ്മളൊക്കെ എന്ത് ചെയ്യണം? ആ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ശരി, ഞാൻ പറഞ്ഞ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ആ 9 കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നെന്താണ്? ഒന്ന് ഇസ്ലാം, 2 അഖ്ല്, അതേപോലെ തന്നെ പ്രായപൂർത്തിയെത്തുക, ബുദ്ധി ഉണ്ടാവുക, മുസ്ലിമാകുക, പ്രായപൂർത്തിയെത്തുക. ഇതാണ് നമ്മുടെ നമസ്കാരം സ്വീകാര്യമാകാനുള്ള ഷർത്ത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പറയുന്നത് നമസ്കാരം ശരിയാകാനുള്ള ഷർത്താണ്. നമ്മുടെ ഇന്നത്തെ വിഷയം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്ററിൽ ബാങ്കും ഇഖാമത്തും കൊടുത്തത്. നമസ്കാരം ശരിയാകാനുള്ള ഷർത്തുകൾ 6 എണ്ണമാണ്. അതിൽ 1ാമത്തെ ഷർത്ത് സമയമാവുക എന്നുള്ളതാണ്. സമയമായാലാണ് നിസ്കരിക്കാൻ പറ്റുക. അപ്പം നമ്മൾ മഗ്രിബ് നിസ്കരിച്ചു. എന്തുകൊണ്ട് മഗ്രിബ് നിസ്കരിച്ചു? മഗ്രിബിൻ്റെ സമയമായതുകൊണ്ടാണ് നിസ്കരിച്ചത്. നമ്മളിൽ പല ആൾക്കാരും നമ്മൾ യാത്രക്കാരല്ലാത്തവരാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നാട്ടിൽ താമസിക്കുന്നവരാണ്. നമ്മൾ ഇശാ നിസ്കരിച്ചിട്ടില്ല. എന്തുകൊണ്ട് നിസ്കരിക്കുന്നില്ല? ഇശാന്റെ സമയമായിട്ടില്ല. അപ്പം നമസ്കാരത്തിൻ്റെ ഷർത്താണ്, നമസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? നമസ്കാരത്തിൻ്റെ സമയമാകണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അഖിമിസ് സ്വലാത്ത ലിദുലൂഖി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇസ്രായിലെ 78ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ നിശ്ചിത സമയങ്ങളിൽ ഈ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരവും നിലനിർത്തുകയും ചെയ്യുക. പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകും.
അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് സൂര്യൻ ആകാശ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ നിശ്ചിത സമയങ്ങളിൽ എന്ത് ചെയ്യണം? നമസ്കാരം നിർവഹിക്കണം. അപ്പോൾ സൂര്യൻ ആകാശ മധ്യത്തിൽ നിന്ന് തെറ്റുമ്പോഴാണ് ദുഹറിന്റെ സമയം ആരംഭിക്കുന്നത്. അവിടെ മുതൽ ഏത് പറഞ്ഞു? രാത്രി നമസ്കാരം, ഇശാ നമസ്കാരത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അതിന് പുറമെ സുബൈഹും പറഞ്ഞു. അപ്പൊ 3 നിസ്കാരത്തെ കുറിച്ച് ഇവിടെ നേരിട്ട് കിട്ടി. അതേപോലെ തന്നെ മറ്റുള്ള ആയത്തുകളിൽ നിന്ന് അസറിനെ കുറിച്ചും മഗ്രിബിനെ കുറിച്ചൊക്കെ പണ്ഡിതന്മാർ നമുക്ക് വേർതിരിച്ച് പഠിപ്പിച്ചത്. എന്തായാലും ഈ ആയത്തിൽ ഉള്ള ഭാഗം എന്താണ്? നിസ്കാരത്തിന് സമയമുണ്ട്. നമസ്കാരം നിശ്ചിതമായ സമയങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നിർവഹിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. നമസ്കാരം സത്യവിശ്വാസികളുടെ മേൽ സമയനിർണിതമായി നിർബന്ധമാക്കപ്പെട്ട ആരാധനയാണ്. ശരി, അപ്പൊ നമസ്കാരത്തിന്റെ ഷർത്താണ് സമയാവുക എന്നുള്ളത്. എങ്ങനെയാ സമയാകുക? സമയമായാൽ നിസ്കരിക്കണം എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അവിടെയാണ് നമ്മൾ ബാങ്കിനെ കുറിച്ചും ഇഖാമത്തിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നത്. ബാങ്കും ഇഖാമത്തും എല്ലാവർക്കും പരിചയമുള്ള പദമാണ്. എന്നാൽ ഈ 2 പദങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ, ധാരാളം വിഷയങ്ങൾ എന്ത് ചെയ്യാണ്ട് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അൽ അദാൻ, ലുഗതൻ അൽ ഇഅ്ലാം എന്ന് പറയും. ബാങ്കിന് ഇഅ്ലാം എന്ന അറബിയിൽ പറയും, അഥവാ പരസ്യമാക്കുക, പ്രഖ്യാപിക്കുക. ഇപ്പൊ സൗദി അറേബ്യയിലെ പള്ളികളിൽ, ഇപ്പൊ ഞാനവിടെ ജോലി ചെയ്ത ആളാണ്. സ്വാഭാവികമായിട്ടും അവിടെ പള്ളികളിൽ ഇപ്പം നിസ്കാരത്തിന് ശേഷം ക്ലാസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും ഇഅ്ലാൻ അൻ മുഹാദറ ഉസ്ബുഇയ്യ അല്ലെങ്കിൽ മുഹാദറ ഷഹരിയ്യ എന്നൊക്കെ പറയും. എന്താ ആദ്യം പറയുന്ന വാചകം? എന്താ? ഇഅ്ലാൻ, അറിയിപ്പ്. അതിനാണ് ഇഅ്ലാൻ എന്ന് പറയാം. അപ്പൊ ബാങ്ക് എന്താണ്? ഒരു ഇഅ്ലാനാണ്, ഇഅ്ലാമാണ്, അറിയിപ്പാണ്. എന്താണ് അറിയിപ്പ്? വിളംബരം ചെയ്യുക, ആളുകളെ അറിയിക്കാനാണ്. അതിനാണ് അദാൻ എന്ന് പറയാം. മനസ്സിലായല്ലോ? ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിയിപ്പിനാണ് യഥാർത്ഥത്തിൽ അദാൻ എന്ന് അറബി ഭാഷയിൽ പറയാറുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു വഅദാനും മിനല്ലാഹി വറസൂലിഹി. അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ഭാഗത്ത് നിന്ന് ഇതാ അറിയിക്കുകയും ചെയ്യുന്നു. കേട്ടോ, അറിയിപ്പ് എന്ന പദത്തിൽ വിശുദ്ധ ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് വന്നിട്ടുണ്ട്. അപ്പം മതപരമായി അദാൻ എന്ന് പറഞ്ഞാൽ, ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പണ്ഡിതന്മാർ പറഞ്ഞു അത്തഅബ്ബുദു ലില്ലാഹി ബിദിക്രിൻ മഖ്സൂസിൻ ബഅദ ദുഖൂലി വഖ്തി സ്വലാ ലിഇഅ്ലാമി ബിഹാ. അങ്ങനെ അറബിയിൽ പറയാം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പ്രത്യേകമായ ദിക്റുകൾ കൊണ്ട് നമസ്കാര സമയമായി എന്ന് അറിയിക്കുന്നതാണ് അദാൻ. മനസ്സിലായോ? പ്രത്യേകമായ ചില ദിക്റ്, തോന്നിയത് വിളിച്ചു പറയല്ല, പ്രത്യേകമായ ചില ദിക്റുകൾ കൊണ്ട് ബാങ്കിന് സമയമായോ? കേൾക്കൂല? പ്രത്യേകമായ ചില ദിക്റുകൾ കൊണ്ട് നമസ്കാരത്തിന്റെ സമയമായി എന്ന് അറിയിക്കുന്നതിനാണ് എന്ത് പറയാം? അദാൻ, ബാങ്ക് എന്ന് പറയാം. അതേപോലെ ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇഖാമത്തു ലുഗ. ഭാഷയിൽ ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇഖാമത്തു മസ്ദറു അഖാമ. ഇഖാമത്ത് എന്നത് അഖാമ എന്ന ക്രിയയുടെ ക്രിയാധാതുവാണ്. ഇരുന്നവനെ എഴുന്നേൽപ്പിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇഖാമത്ത് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ബാങ്ക് നമുക്കറിയാം. നമ്മുടെ വീട്ടിലിരിക്കും ബാങ്ക് കേട്ടാൽ ആ ബാങ്ക് ഒരു അറിയിപ്പായി പരിഗണിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പള്ളിയിലേക്ക് വരുന്നു. ഇഖാമത്ത് കേട്ടാലോ നമ്മൾ പള്ളിയിൽ ഇരിക്കുന്ന ആൾക്കാർ അവരൊക്കെ എഴുന്നേൽക്കുകയാണ്. അതാണ് ഇരുന്നവനെ എഴുന്നേൽപ്പിക്കുക. ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്. നിസ്കാരം തുടങ്ങുകയാണ്, നിസ്കാരം ആരംഭിക്കുകയാണ്. ആ അറിയിപ്പ് കൊടുക്കുന്നതിനാണ് എന്ത് പറയാ? ഇഖാമത്ത് എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ ബാങ്ക് എന്താന്ന് മനസ്സിലായി, ഇഖാമത്ത് എന്താന്ന് മനസ്സിലായി. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും വിധി അതാണ് നമ്മൾ പറയുന്നത്. ബാങ്കിന്റെ വിധി എന്താണ്? ബാങ്ക് കൊടുക്കല്, അതിന്റെ വിധി പറയുമ്പോൾ എന്താ വിധി? നിങ്ങൾ ആർക്കെങ്കിലും അറിയോ ബാങ്കിന്റെ വിധി എന്താ? അറിയെങ്കിൽ പറഞ്ഞോളി. നമ്മുടെ ഒരു കർമ്മത്തിന്റെ വിധി പറയണോ? അത് സുന്നത്താണ്, അത് വാജിബാണ്, അല്ലെങ്കിൽ അത് ഫറളാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ബാങ്കിന്റെ വിധി എന്താ? തെറ്റിക്കൂടെ, പ്രശ്നമൊന്നുമില്ല, പറഞ്ഞോളി. നിർബന്ധമാണ്. വേറെ അഭിപ്രായം ഉണ്ടോ? ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന്റെ വിധിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷന്മാർക്ക് 5 നേരത്തെ നിർബന്ധമായ നമസ്കാരങ്ങൾക്കായി ബാങ്ക് വിളിയും ഇഖാമത്തും നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ബാങ്കും ഇഖാമത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഏത് നിസ്കാരങ്ങൾക്കാണ്? നിർബന്ധ നിസ്കാരങ്ങൾക്ക് മാത്രമാണ്. ഐച്ഛികമായ നമസ്കാരങ്ങൾക്ക് ബാങ്ക് ഇഖാമത്തില്ല. റവാത്തിബ് സുന്നത്തിനോ അല്ലെങ്കിൽ
സൂര്യഗ്രഹണ നിസ്കാരത്തിനോ ചന്ദ്രഗ്രഹണ നിസ്കാരത്തിനോ മയ്യത്ത് നിസ്കാരത്തിനോ ഒന്നും ബാങ്കും ഇഖാമത്തുമില്ല. ബാങ്കും ഇഖാമത്തും എന്തിനു വേണ്ടി മാത്രമുള്ളത്? നിർബന്ധ നമസ്കാരങ്ങൾക്കാണ്. മനസ്സിലായില്ലേ? നിർബന്ധ നമസ്കാരങ്ങൾക്കാണ്. എന്നാൽ ഈ പണ്ഡിതന്മാർ പറഞ്ഞു, യുശ്റഉൽ അദാനു ലിസ്സലവാത്തിൽ ഖംസി വലാ യുശ്റഉ ലിഗൈരിഹാ മിനൻ നവാഫിൽ. ശറഅക്കപ്പെട്ടത്, മതത്തിൽ ശറഅക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? 5 നേരത്തെ നമസ്കാരങ്ങൾക്കാണ് ബാങ്ക് നിയമമാക്കപ്പെട്ടത്. നവാഫിലുകൾക്ക്, സുന്നത്തുകൾക്ക് എന്തില്ല? അങ്ങനെ ഒരു വിധി ബാധകമല്ല. ബാങ്ക് കൊടുക്കണം എന്നുള്ള നിയമം ബാധകമല്ല. അതേപോലെ പെരുന്നാളിന് എന്ത് ചെയ്യാൻ പാടില്ല? ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ആവശ്യമില്ല പെരുന്നാൾ നിസ്കാരത്തിൽ. മഹാനായ ജാബിർ ബിനു സമുറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം العيدين غير مرة ولا مرتين بغير أذان ولا إقامة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നിലധികം തവണ, പലതവണ പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ നമസ്കാരം എങ്ങനെയാണ്? ബിഗൈരി അദാനിൻ വലാ ഇഖാമ. ഇഖാമത്തും ഇല്ല, ബാങ്കും ഇല്ല. ബാങ്കും ഇഖാമത്തും ഇല്ലാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? പെരുന്നാൾ നിസ്കാരങ്ങൾ നിർവഹിച്ചത്. അപ്പൊ അതിന് നമുക്ക് കിട്ടിയ വിധി എന്താ? സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ബാങ്കും ഇഖാമത്തും ശറഅക്കപ്പെട്ടിട്ടുള്ള മതനിയമമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ പറഞ്ഞു. മഹാനായ മാലിക് ബിൻ ഹുവൈരിത്ത് റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ ഹുവൈരിത്ത് വലിയ ചരിത്രത്തിന്റെ ഉടമയായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത്, അതൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന വസാഹിബുൻ ലി. ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ, ഞാനും ഒരു കൂട്ടുകാരനും കൂടെ, എൻ്റെ സ്വാഹിബും കൂടെ നബിന്റെ അടുക്കൽ ചെന്നു. അങ്ങനെ ഞങ്ങൾ നബിയിൽ ഫലമ്മ അറദ്നാ ലിൻസിറാഫ്, നബിയിൽ നിന്ന് പിരിയാൻ നേരത്ത് നബി പറഞ്ഞു, ഖാല ലനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഇദാ ഹദറത്തിസ് സ്വലാഹ്, നമസ്കാരത്തിന്റെ സമയമായാൽ ഫഅദിന്നാ വഅഖീമ, നിങ്ങൾ എന്ത് ചെയ്യണം? സമയമായാൽ നിങ്ങൾ ബാങ്കും ഇഖാമത്തും നിങ്ങൾ വിളിക്കുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ പ്രായമുള്ള ഒരാളെ ഇമാമ് നിർത്തി നിങ്ങൾ എന്ത് ചെയ്യുക? ജമാഅത്തായി നിസ്കരിക്കുക. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത് നിർബന്ധ നമസ്കാരത്തിന്റെ സമയമായാൽ ബാങ്ക് കൊടുക്കണം, ഇഖാമത്ത് കൊടുക്കണം. അതാണ് നബിയുടെ കൽപ്പന. സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ആ കൽപ്പന വന്നിട്ടില്ല. ഇതിന്റെ ഹുക്മ് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയും വാജിബാണ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ബാങ്കും ഇഖാമത്തും സുന്നത്താണെന്ന് പറയാം. ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. അതെന്താണെന്ന് ഇൻഷാ അല്ലാഹ് ക്ലാസ് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ആ വിധി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ബാങ്കിന്റെയും ഇഖാമത്തിന്റെ വിധി എന്താ? അത് സുന്നത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. എങ്ങനെയാണ് ബാങ്കും ഇഖാമത്തും ഇസ്ലാമിൽ വന്നത്? അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. മദീനയിൽ വെച്ചാണ് ബാങ്ക് വിളി ശറഅക്കപ്പെടുന്നത്, മതനിയമമാക്കപ്പെടുന്നത്. ഹിജ്റയുടെ 1-ാമത്തെ വർഷം. പിന്നെ അതുവരെ നമസ്കാരത്തിന്റെ സമയമാകുമെന്ന് ചെയ്യുന്നറിയോ? അന്ന് അപ്പോൾ നിസ്കാരമുണ്ട്. നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഓരോ സഹാബികൾ ഇങ്ങനെ ഓരോ വഴിക്ക് പോകും. എന്നിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടില്ല, ഇങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട്. ഇന്ന അവസ്ഥയാണെങ്കിൽ ആലോചിക്കുക എത്ര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ബാങ്ക് നിയമമാക്കപ്പെടുന്നതിന്റെ മുമ്പുള്ള അവസ്ഥ. അവരെല്ലാവരും ഓരോരുത്തരും വീട്ടിൽ പോയിട്ട് നിസ്കരിക്കാനായിട്ടുണ്ട്, വരി എന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് വിളിച്ചു കൊണ്ടുവരും. അപ്പൊ അവരുടെ ഇടയിൽ ഒരു ചർച്ച വന്നു, എങ്ങനെ ആളുകൾ അറിയിക്കും? ഇതുപോലെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആൾക്കാരെ നമസ്കാര സമയമായി എന്ന് അറിയിക്കുക എന്ന് നബിയും സഹാബത്തൊക്കെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ കൂടിയാലോചന നടത്തി. അപ്പൊ കുറേ അഭിപ്രായങ്ങൾ വന്നു. പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറയാൻ തുടങ്ങി. ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ നാക്കൂസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പള്ളികളിലൊക്കെ ഉണ്ടല്ലോ മണിയടിക്കുന്നല്ലോ, ഒരു വള്ളി തൂക്കിയിട്ട് ഇങ്ങനെ മണിയടിക്കുന്ന ആ രീതി, ക്രൈസ്തവരുടെ നാക്കൂസ്, ആ നാക്കൂസ് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ പള്ളിയുടെ സമീപത്ത് ഒരു മണി കെട്ടി തൂക്കിയാൽ അതിങ്ങനെ അടിച്ചാൽ എന്ത് ചെയ്യും? സമയം അയക്കണമെന്ന് അറിയിക്കുക. അപ്പോൾ ആൾക്കാർ കേൾക്കും, അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ പള്ളിയിലേക്ക് വരും. അങ്ങനെ ഒരു ചർച്ച വന്നു ഒരു കൂട്ടം ആൾക്കാർ. വേറെ ചില ആൾക്കാർ പറഞ്ഞു ബൂക്കിലൂത, കാഹളത്തിലൂത എന്ന് പറഞ്ഞു. കാഹളത്തിലൂത, ഒരു കാഹളത്തിൽ വലിയ ശബ്ദം ഉണ്ടാക്കുക. അത് യഥാർത്ഥത്തിൽ യഹൂദികളുടേതാണ് ബൂക്ക് എന്ന് പറഞ്ഞാൽ. അവരുടെ വിശ്വാസപരമായ ഒരു ആചാരമാണ് ബൂക്കിലൂത. ബൂക്ക് എന്ന കാഹളത്തിന് പറയാം. അപ്പൊ അതിലൂത എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞത് യഹൂദന്മാരുടെ സമ്പ്രദായമാണ്. ഈ പിന്നെ നാക്കൂസ് അത് ക്രൈസ്തവരുടെ സമുദായമാണ്. അപ്പൊ വേറെ ചില ആൾക്കാർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഉയരമുള്ള സ്ഥലത്ത്, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് കുറെ വിറക് കൂട്ടിയിട്ട് കത്തിക്കാം. അപ്പൊ ആ തീ കാണുമ്പോൾ നിസ്കാരത്തിന്റെ സമയം അയക്കണമെന്ന് എല്ലാവരും മനസ്സിലാക്കുക. എന്നിട്ട് അവർ പള്ളിയിലേക്ക് വരട്ടെ. അങ്ങനെ പിന്നെ ഒരു തീ കത്തിക്കുന്ന അഭിപ്രായമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പറ്റൂല, അത് മജൂസികളുടെ ആരാധനാ രീതിയാണ്, അത് മജൂസികളുടെ രീതിയാണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഈ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ, ഈ ചർച്ചകൾക്കിടയിലെ ഒരു രാത്രിയിൽ മഹാനായ
അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുർ റബ്ബ എന്ന് പറയുന്ന സ്വഹാബി. ആ സ്വഹാബിയുടെ പേര് അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുർ റബ്ബ എന്നാണ് സ്വഹാബിന്റെ പേര്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം പറഞ്ഞു, അന്ന അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ഖാല ലമ്മ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നാഖൂസ് ലിയുദ്രിബ ബിഹി ലിന്നാസ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹദീസിൽ വന്ന അഭിപ്രായങ്ങൾ ചർച്ചകളൊക്കെ എന്ത് ചെയ്തു? അതിങ്ങനെ അയാൾ പറയാണ്. എന്നിട്ട് അയാൾ പറയാം, അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ ഉറങ്ങുകയായിരുന്നു. ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തു? എൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് എന്നെ വിളിച്ചുണർത്തി, ഉറക്കത്തിനെ വിളിച്ചുണർത്തി എന്നോട് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ നിസ്കാരത്തിന് വേണ്ടി ആൾക്കാരെ വിളിക്കാനുള്ള ചർച്ച ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാരെ വിളിച്ചൂടെ? അയാൾ ചോദിക്കണം, ആ ഉറക്കത്തിൽ എൻ്റെ അടുക്കൽ വന്നയാള് അയാൾ ചോദിക്കുന്ന എന്താണ്? നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ആളുകളെ വിളിച്ചൂടെ? ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അഭിപ്രായങ്ങളെക്കാൾ, നാക്കൂസിനേക്കാൾ, ബൂക്കിനേക്കാൾ, അഗ്നിയേക്കാൾ നല്ലതായ ഒരു കാര്യം ഇതല്ലേ എന്ന് പറഞ്ഞ് അയാൾ എന്ത് പറഞ്ഞു കൊടുത്തു? സ്വപ്നത്തില് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ഇന്ന് ഉച്ചരിക്കുന്ന ഈ ബാങ്കിന്റെ ലഫ്ളുകൾ എന്ത് ചെയ്തു? ആ സ്വപ്നത്തിൽ ആ മനുഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുർ റബ്ബ എന്ന് പറയുന്ന സ്വഹാബിക്ക് അറിയിച്ചു കൊടുത്തു. അയാളത് കേട്ടു. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറയാം, ഫലമ്മ അസ്ബഹതു അതൈതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബർതുഹു ബിമാ റഅയ്തു. അങ്ങനെ നബിന്റെ അടുക്കൽ ഓടിയെത്തി അദ്ദേഹം നബിനോട് ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം, കഴിഞ്ഞ രാത്രിയിൽ നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, ഫഖാല ഇന്നഹാ ലറുഅയ ഹഖ്വൻ, തീർച്ചയായും താങ്കളുടെ സ്വപ്നം അത് സത്യമാണ്, അത് സത്യമാണ്. അങ്ങനെ എന്ത് ചെയ്തു? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു. ബിലാലിന് അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറയണം. ഇതിന് സമാനമായ ഒരു ഹദീസ് കാണാം. ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഈ ബാങ്ക് വിളിയുടെ ലഫ്ളുകളൊക്കെ ഈ വ്യക്തി എന്ത് ചെയ്തു? പഠിപ്പിച്ചു കൊടുത്തു. നബിയും അയാളും കൂടെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ബിലാൽ ബാങ്ക് കൊടുക്കുകയാണ്. ബാങ്ക് കൊടുക്കുന്നത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു ഫസമിഅ ബിദാലിക, ഉമർ ഈ ബാങ്ക് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഫസമിഅ ബിദാലിക ഉമർ ഇബ്നു ഖത്താബ് വഹുവ ഫീ ബൈതിഹി ഫഖറജ യജുറു റിദാഅഹു. അദ്ദേഹം ഇത് കേട്ടപ്പോൾ വീട്ടിൽ നിന്ന് തൻ്റെ തുണിയൊക്കെ ശരിയാക്കി വേഗം ഓടി വന്നു. ഈ ബാങ്ക് കേട്ട സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? വേഗം ഓടി വന്നു, പള്ളിയിലേക്ക് വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളെ നിയോഗിച്ചവനായ റബ്ബ് തന്നെയാണ്, അല്ലാഹു തന്നെയാണ് സത്യം. ലഖദ് റഅയ്തു മിത്ലല്ലദീ ഉരിയ ഖാല ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലില്ലാഹിൽ ഹംദ്. നബിയോട് പറഞ്ഞു, നബിയെ, ഇപ്പൊ ഞാനിവിടെ കേട്ട ഈ വിളി ഉണ്ടല്ലോ, ഈ ശബ്ദം ഉണ്ടല്ലോ, ഇത് ഇന്നലെ രാത്രി സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആളുകളെ വിളിക്കണമെന്ന് എനിക്കും സ്വപ്നത്തിൽ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ സ്തുതിച്ചു. അവിടെ മുതലാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്ന ബാങ്കിന്റെ ലഫ്ളുകൾ, ആ പദങ്ങൾ. അത് നബി കണ്ട സ്വപ്നമല്ല, ഒരു സ്വഹാബിയാണ് ആ സ്വപ്നം കണ്ടത്. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? സത്യപ്പെടുത്തുകയും ചെയ്തു. അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, സ്വപ്നം എന്തല്ല? തെളിവല്ല. സ്വപ്നങ്ങൾ തെളിവല്ല. മറ്റുള്ള മനുഷ്യരുടെ സ്വപ്നങ്ങൾ എന്തല്ല? പ്രമാണവുമല്ല. ഇതെന്തുകൊണ്ട് പ്രമാണമായി? ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സ്ഥിരപ്പെടുത്തിയത് കൊണ്ടാണ് പ്രമാണമായി മാറിയത്. ഏതുപോലെ ഹജർ ഉംറ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഉംറ ചെയ്യുന്ന ഒരാൾ, അയാൾ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹിജ്റ ഇസ്മായിലിന്റെ പിന്നിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കും. അവിടെ സ്ഥലമില്ലാത്തവർ എവിടെ നിന്ന് നിസ്കരിക്കാം? ഹിജ്റ ഇസ്മായിലിന്റെ പിന്നിൽ. അത് സുന്നത്താക്കപ്പെട്ട നിസ്കാരമാണ്. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയും സൂറത്തുൽ കാഫിറൂനും ഓതണം. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യണം. പ്രബലമായ സുന്നത്ത് നിസ്കാരമാണ്. ഈ നിസ്കാരത്തിന്റെ ചരിത്രം എന്താണ്? ഈ നിസ്കാരം ഉമർ അള്ളാന്റെ ആഗ്രഹമായിരുന്നു. ഉമർ അള്ളാന്റെ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന് വല്ലാത്ത കൊതിയായിരുന്നു ഈ തവാഫിന്റെ ഇടയിൽ ഹിജ്റ ഇസ്മായിലിന്റെ പിന്നിൽ വെച്ചൊരു 2 റക്അത്ത് നിസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു? വഹി വന്നു. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് അവർ ഒരു മറയുടെ പിന്നിൽ നിന്ന് ആളുകളോട് സംസാരിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഹിജാബിന്റെ ആയത്തിറങ്ങുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു കാര്യം പല സ്വഹാബികളും ആഗ്രഹിച്ചത്, പലരും ചിന്തിച്ചതൊക്കെ മതനിയമമായി വന്നു. ആ വന്നത് എങ്ങനെയാണ്? അതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പദങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വഹിയായി, പ്രമാണമായി കൊണ്ട് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ ബാങ്ക് തുടങ്ങിയ ചരിത്രം നമ്മൾ പഠിച്ചു. മദീനയിൽ വെച്ചാണ് ബാങ്ക് ശറഅക്കപ്പെട്ടത്.
സ്വഹാബികളുടെ ഇടയിലെ കൂടിയാലോചനകൾ, അങ്ങനെ മഹാനായ സെയ്ദ് ബിൻ അബ്ദുർ റബ്ബയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നങ്ങൾ നബിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ അവതരിപ്പിച്ചതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ബാങ്ക് വിളി ശറഅക്കപ്പെട്ടു. മനസ്സിലായില്ല? അതാണ് ബാങ്കിന്റെ രീതി എന്ന് പറയുന്നത്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും അതിന്റെ ബാങ്ക് വിളിയുടെയും ഇഖാമത്ത് വിളിയുടെയും രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ബാങ്ക് കൊടുക്കുന്ന ആൾക്കാരാണ്. അത് പല രീതിയിൽ സുന്നത്താക്കപ്പെടുന്നത്. ബാങ്ക് വിളിന്റെയും ഇഖാമത്തിന്റെയും അതിന്റെ ലഫ്ദുകൾ ഏതുപോലെയാകണം, എങ്ങനെ ഉച്ചരിക്കണം, പല റിവായത്തുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാനായ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ മഹ്ദൂറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബൂ മഹ്ദൂറ എന്ന് പറഞ്ഞാൽ അബൂ മഹ്ദൂറ അൽ ജമഹി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് നബിയും സഹാബികളും ഇങ്ങനെ മടങ്ങി വരികയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അബൂ മഹദൂറ നബിയുടെ ബാങ്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബിലാൽ എന്ന ബാങ്കിയുണ്ട്, അബൂ മഹദൂർ ഉണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം ഉണ്ട്. ഇങ്ങനെ ഇവരൊക്കെ നബിയുടെ ബാങ്കിമാരാണ്, ബാങ്ക് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ അബൂ മഹദൂറ അദ്ദേഹം ഒരു ചെറിയ കുട്ടിയാണ്. നബി ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. അപ്പം എന്ത് ചെയ്തു? അവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിയും സഹാബത്തൊക്കെ ആ യാത്രാമധ്യം നിസ്കരിക്കാൻ വേണ്ടി നിന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ബാങ്ക് കൊടുത്ത സമയത്ത് കുട്ടികൾ, ഈ അബൂ മഹദൂറ അടക്കമുള്ള കുട്ടികൾ എന്ത് ചെയ്തു? പരിഹസിച്ചായിട്ട് കളിയാക്കിക്കൊണ്ട് ബാങ്ക് കൊടുത്തു. നബിനെ, അവർ മുസ്ലിം അല്ല, അവർ കളിയാക്കിക്കൊണ്ട് ബാങ്ക് കൊടുത്തു. അങ്ങനെ ബാങ്ക് കൊടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവരെ വിളിച്ചു. നബി അവരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരുടെ ശബ്ദമാണ് നല്ലത്? നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊച്ച നല്ലത്? അപ്പൊ ഈ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്തു അറിയോ? അബൂ മഹദൂറിനെ മുന്നിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അദ്ദേഹം പിന്നെ ചെറിയ കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ബാങ്കിന്റെ ലഫ്ദുകൾ പറഞ്ഞു കൊടുത്തു, ബാങ്കിന്റെ ലഫ്ദുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അവിടെ മുതൽ അദ്ദേഹം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. മക്കയിലെ നബിയുടെ ബാങ്കിയായിരുന്നു. മസ്ജിദുൽ ഹറമിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാങ്ക് വിളിക്കാരനായി ആര് മാറി? അബൂ മഹദൂറ മാറിയത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ആ ബാങ്കിന്റെ രൂപം അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാത്ത് ഹയ്യ അലസ് സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പദങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ അബൂ മഹദൂറ ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഇഖാമത്തിൻ്റെത് ബാങ്കിൽ ഇരട്ടിപ്പിക്കലാണ് എങ്കിൽ ഒറ്റയായിക്കൊണ്ടാണ് ഇഖാമത്തിലുള്ളത്. അതേപോലെ തന്നെ ഖദ് ഖാമത്തി സ്വലാ എന്ന പദം അതിൽ അധികരിപ്പിച്ചു വരും. അതേപോലെ തന്നെ സുബഹിയെ സംബന്ധിച്ചിടത്തോളം സുബഹിക്ക് എന്ത് ചെയ്യും? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന പദം കൂടെ സ്വഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇതിന്റെ രൂപവും രീതിയൊക്കെ വിശദീകരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനി അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം നമുക്കറിയാം. അതിൻ്റെ ചരിത്രമാണ് പല ആളുകൾക്കും അറിയാത്തത്. അതുകൊണ്ടാണ് ഞാൻ ആ ചരിത്രം പറഞ്ഞത്. ഇതിൽ വെള്ളമല്ല ഇത് വെള്ളം വെച്ചണോ സാധാരണ?
അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞു വന്നത് ബാങ്കിൻ്റെയും ഇഖാമത്തുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. ബാങ്ക് വിളിക്കുന്ന രീതി നമുക്കറിയാം, ഇഖാമത്ത് വിളിക്കുന്ന രീതിയും അറിയാം, അതിൻ്റെ അർത്ഥവും ഒക്കെ നമ്മൾ പഠിച്ച ആളുകളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഅദ്ദിനുണ്ടാകേണ്ട ചില വിശേഷണങ്ങളുണ്ട്. ബാങ്ക് കൊടുക്കുന്ന ആരായിരിക്കണം? ബാങ്ക് വിളിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ പള്ളിയൊക്കെ നടത്തുമ്പോൾ ബാങ്ക് വിളിക്കാൻ ഒരാളെ നിശ്ചയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതിലൊന്ന് മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ആൾ, ബാങ്ക് വിളിക്കുന്ന ആൾ. അയാൾ ദീനി നിഷ്ഠയുള്ളവനും വിശ്വസ്തനുമായിരിക്കണം. ഒന്നാമത്തെ ഗുണം അതാണ്. എന്തുകൊണ്ടാണത്? വിശ്വാസികളായ ആളുകളുടെ നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും വിഷയത്തിൽ അവലംബിക്കപ്പെടാൻ വിശ്വസ്തനായ ഒരാളായിരിക്കണം. കാരണം എന്താ? നമ്മളെ നോമ്പ് തുടങ്ങുന്നത്, നോമ്പിനെ ആരംഭിക്കുന്നത് ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ സമയമാണെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മൾ അവലംബിക്കാറുള്ളത് ബാങ്കിനെയാണ്. അപ്പോൾ ആ ബാങ്ക് വിളിക്കുന്ന ആൾ വിശ്വസ്തനാകണം. കാരണം സുബഹിൻ്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞത് മുതൽ എന്ത് ചെയ്യാൻ പാടില്ല? ഭക്ഷണം കഴിക്കാൻ പാടില്ല നോമ്പിൽ. അതുകൊണ്ട് തന്നെ വിശ്വസ്തനായിരിക്കണം ആൾ. നമസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ളയാളായിരിക്കണം ആര്? ബാങ്ക് കൊടുക്കുന്ന ആൾ. പണ്ഡിതന്മാരത് എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഅദ്ദിൻ പ്രായപൂർത്തിയെത്തിയവനും ബുദ്ധിയുള്ളവനും വകതിരിവുള്ളവനുമായിരിക്കണമെന്ന് പണ്ഡിതന്മാർ പറയും. അതിൻ്റെ അർത്ഥം ചെറിയ കുട്ടികൾ ബാങ്ക് കൊടുക്കാൻ പാടില്ല എന്നല്ല. ചെറിയ കുട്ടികൾ ബാങ്ക് കൊടുക്കുക, പക്ഷേ ആ ബാങ്ക് കൊടുക്കുമ്പോൾ അവരെ ആ കാര്യം ഏൽപ്പിക്കുമ്പോൾ അതിനവർ യോഗ്യരാണ്, അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ സാന്നിധ്യത്തിലായിരിക്കണം അത് നടക്കേണ്ടത്. മനസ്സിലായി? നമ്മൾ പള്ളിയിലേക്ക് ഒരു ചെറിയ കുട്ടിനോട് പറഞ്ഞു, ഞാനിന്ന് ലീവാണ്, ഈ പോയി ബാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞയക്കുമ്പോൾ, ഒരാളെ ബാങ്ക് വിളി നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മളത് കൃത്യമായി മനസ്സിലാക്കണം. അവനിതിൻ്റെ ഗൗരവം അറിയാം. 12:41 അല്ലെങ്കിൽ 12:09 11 ളുഹറിൻ്റെ ബാങ്ക് എങ്കിൽ ആ സമയത്ത് തന്നെ ഇത് കൊടുക്കണം. എന്തുകൊണ്ടാണ് അത് കൊടുക്കേണ്ടി? ഇതൊക്കെ അറിയുന്ന ഒരാളായിരിക്കണം ആര്? മുഅദ്ദിൻ. അതുകൊണ്ട് തന്നെ പള്ളി ഭരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സമയം അന്വേഷിച്ച് ആദ്യ സമയത്ത് തന്നെ ബാങ്ക് വിളിക്കുന്നവൻ സമയങ്ങളെക്കുറിച്ച് അതിന് ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? മുഅദ്ദിനാക്കാൻ പാടില്ല. സമയം നോക്കാൻ അറിയില്ല, സമയത്തെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ആളാണ് എങ്കിൽ അത്തരം ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയും, ജനങ്ങളെ കേൾപ്പിക്കാൻ ശക്തമായ നല്ല ശബ്ദമുള്ളയാളായിരിക്കണം. നല്ല ശബ്ദമുള്ള ആളായിരിക്കണം ആര്? ബാങ്ക് വിളിക്കുന്ന ആൾ. ബാങ്ക് വിളിക്കുമ്പോൾ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധി വരുത്തുന്നവനായിരിക്കണം. അതിന് മറ്റൊരു മസാല കൂടെ ഉണ്ട്. പള്ളിയിൽ കയറുമ്പോൾ പള്ളിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ജനാപത്തുകാരൻ പള്ളിയിൽ നിൽക്കാൻ പാടില്ല എന്ന് പറയും. നടന്നു പോകുന്നതിന് പ്രശ്നമല്ല, പള്ളിയിൽ തന്നെ നിൽക്കാൻ പാടില്ല. മറ്റൊരു മസാലയാണ് പള്ളിയുമായി ബന്ധപ്പെട്ട അഥവാണ്. എന്തായാലും ബാങ്ക് കൊടുക്കുന്ന ആൾ എന്തായിരിക്കണം? അയാൾ 2 അശുദ്ധികളിൽ നിന്നും ശുദ്ധിയുള്ളവനായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ് ശുദ്ധീകരണമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് വിശദമായി നമ്മൾ അവിടെ അത് പറയും. ഇനിയോ, ബാങ്ക് കൊടുക്കേണ്ടത് ഖിബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ടാണ് ബാങ്ക് കൊടുക്കേണ്ടത്. ബാങ്ക് കൊടുക്കുന്ന വ്യക്തി തൻ്റെ 2 കൈവിരലുകളെ ഇരു ചെവികളിലായി വെക്കുകയും, നമ്മൾ സാധാരണ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരൽ എന്ത് ചെയ്യും? ചെവിയിൽ വെക്കും. എന്നാൽ അവിടെ ഒരു മസ്അല, പണ്ഡിതന്മാർ വലിയ ചർച്ച നടത്തിയൊരു മസ്അല ഉണ്ട്. അതേതാ മസ്അല? ഈ 2 ഹയ്യാലകൾ പറയുമ്പോൾ, ഹയ്യാല സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ തിരിയണോ വേണ്ടേ? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയാണ്. ഞാനൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ആ വിഷയത്തിലെ പണ്ഡിതന്മാർ ചർച്ച നടത്തിയത് കൊണ്ട് മാത്രമാണ് ഈ ക്ലാസ്സിൽ അത് സൂചിപ്പിക്കുന്നത്. നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ബാങ്ക് കൊടുത്ത ആളുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ 2 ഹയ്യാലകൾ പറയുമ്പോൾ അവർ ചെരിഞ്ഞിട്ടുണ്ട്, വലത്തോട്ടും ഇടത്തോട്ടും ചെരിഞ്ഞിട്ടുണ്ട്. അതിൽ സംശയമല്ല, അതിൽ യാതൊരു തർക്കമല്ല. മനസ്സിലായി? അത് പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. ഇമാം അഹ്മദും തുർമുദിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ എന്തുണ്ട്? അത് കാണാൻ പറ്റും. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞു, എന്തുകൊണ്ടാണ് തിരിഞ്ഞത്? ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് വിളംബരമാണ്, അത് അറിയിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഹയ്യാലകളിൽ തിരിഞ്ഞത്. കാരണം എന്താ? ആ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ല. ഒരാള് ബിലാൽ റളിയല്ലാഹു അൻഹു കഅബന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. മക്ക വിജയിച്ചടക്കിയ സമയത്ത്, മക്കം ഫതഹിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കഅബന്റെ മുകളിൽ കയറാൻ പറഞ്ഞു. ബിലാൽ ഓടി കഅബന്റെ മുകളിൽ കയറി. അവിടെ വെച്ചാണ് അദ്ദേഹം ബാങ്ക് കൊടുക്കുന്നത്. വളരെ വിശാലമായ ഒരു ചരിത്രമുണ്ട് ആ ബാങ്ക് വിളിക്ക്. ആ ബാങ്ക് വിളിയുടെ പശ്ചാത്തലത്തിലാണ്
നിങ്ങളൊക്കെ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ് എന്ന് ആയത്തിറങ്ങുന്നത്. കാരണം എന്താ? ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടി കഅബന്റെ മുകളിൽ കയറിയപ്പോൾ ആളുകൾ ബിലാലിനെ പരിഹസിച്ചു. ആരെ പരിഹസിച്ചറിയോ? മുസ്ലിങ്ങളായ ആളുകൾ. അന്ന് പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരുണ്ട്. ഇസ്ലാമിന്റെ നിയമങ്ങൾ അറിയാത്ത, ആദാബുകൾ അറിയാത്ത, എല്ലാ വശങ്ങളും അറിയാത്ത കുറേ ആൾക്കാർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ അവരെന്ത് ചെയ്തു? ബിലാൽ റളിയല്ലാഹു അൻഹു കഅബന്റെ മുകളിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു, അതാ കഅബയുടെ മുകളിൽ ഒരു കാക്ക കയറിയിരിക്കുന്നു. ബിലാൽ നിന്ന് കറുത്ത മനുഷ്യൻ, അതുകൊണ്ടാണ് കാക്ക കയറി എന്ന് പറഞ്ഞ് പരിഹസിച്ചത്. വേറെ ചില ആൾക്കാർ പറഞ്ഞു, എത്ര ഭാഗ്യം എൻ്റെ ബാപ്പ നേരത്തെ മരിച്ചത്. എൻ്റെ ബാപ്പ എങ്ങാനും ഈ കറുത്ത മനുഷ്യൻ കഅബയുടെ മുകളിൽ കയറിയ കാഴ്ച കണ്ടാൽ നെഞ്ചുപൊട്ടി മരിക്കുമായിരുന്നു. അപ്പൊ എൻ്റെ ബാപ്പ ഈ കാഴ്ച കാണുന്നതിന്റെ മുമ്പേ മരിച്ചത് എത്ര നന്നായിരുന്നു. അവരുടെ ഇടയിൽ ഉയർന്നവൻ താഴ്ന്നവൻ എന്ന ചിന്ത ഉണ്ടായിരുന്നു. അവിടെയാണ് അല്ലാഹു ആയത്തിറക്കുന്നത്, നിങ്ങളൊക്കെ ഉമ്മാന്റെ ബാപ്പാന്റെ മക്കളാണ്, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, കറുത്തവനും വെളുത്തവനും ഒക്കെ ആക്കി മാറ്റിയത് എന്ന രീതിയിലുള്ള ആ ആയത്തിന്റെ പശ്ചാത്തലം അതാണ്. അത് മക്ക വിജയിച്ചടക്കിയ സമയത്താണ് എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ അവിടുന്ന് നമ്മുടെ മസാല എന്താ? ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വേണ്ടി കഅബന്റെ മുകളിൽ കയറി. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് ഹയ്യാലകൾ പറയുമ്പോൾ നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ അവർ തിരിയും. അപ്പൊ ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ കേൾക്കും, അതേപോലെ ഈ ഭാഗത്തുള്ള ആൾക്കാരും കേൾക്കും. അതിനാണ് അവരെന്ത് ചെയ്തത്? അവര് തിരിഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരാള് മിനാരത്തിന്റെ മുകളിൽ, പള്ളികളിലെ മിനാരത്തിന്റെ മുകളിലാണ് ബാങ്ക് കയറുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? അയാൾ തിരിയണം. ഇപ്പൊ ഇന്നും ആഫ്രിക്കൻ നാടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കൊന്നുമില്ല. അവിടെ ഒരു ഓല കൊണ്ടുണ്ടാക്കി അവിടുത്തെ ഒരു ചെറിയ രീതിയിൽ മറച്ചു കെട്ടിയൊരു പള്ളിയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുക? അവിടെ ബാങ്ക് കൊടുക്കുന്ന ആള് തിരിയണം. കാരണം എന്താ? കേൾപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇന്നത്തെ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഈ മൈക്കിന്റെ ഒക്കെ മുന്നിൽ തിരിയണോ വേണ്ടേ, ഇതിലൊരുപാട് ചർച്ചകളുണ്ട്. അപ്പൊ ഞാൻ ആ ഡീറ്റെയിൽ ആയ ചർച്ചയിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പ്രവേശിക്കുന്നില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ബാങ്കിന്റെ ലക്ഷ്യം ഇഅ്ലാമാണ്, അറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുന്ന ആൾ, ഈ മൈക്ക് ഉപയോഗിച്ച് ബാങ്ക് കൊടുക്കുന്ന ഒരാൾ തിരിഞ്ഞാൽ എന്ത് ചെയ്യൂല? കേൾക്കൂല. അപ്പൊ ബാങ്കിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നുണ്ട്. അതുകൊണ്ട് തിരിയേണ്ടതില്ല എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞല്ല, അവർ തിരിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പൊ ഈ തിരിയണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർക്ക് തെളിവുണ്ട്. എന്താ അവരുടെ തെളിവ്? അവർ പറഞ്ഞത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി മക്ക ഹുദൈബിയ സന്ധിയുടെ കരാറിന് ശേഷം നബിയും സഹാബത്തും ഒരു വർഷത്തിന് ശേഷം ഉംറ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ആ ഹുദൈബിയ സന്ധിക്ക് ശേഷം, അങ്ങനെ ഹുദൈബിയ സന്ധിക്ക് ശേഷം ഉംറ ചെയ്യാൻ വേണ്ടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫിൽ ആദ്യത്തെ 3 ചുറ്റലിൽ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? തവാഫിൽ ആദ്യത്തെ 3 ചുറ്റലിൽ പ്രത്യേകത ആർക്കറിയാം? എന്താണ് പ്രത്യേകത? റമലുണ്ട് അല്ലേ? ഇർത്തിബാഉണ്ട്. ഇർത്തിബാദ് 7 വേണം. ഇർത്തിബാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലത് കക്ഷം പുറത്തേക്കാക്കിയിട്ട് തുണി ചുറ്റുക, അതിനാണ് ഇർത്തിബാദ് എന്ന് പറയാം. റമൽ എന്താ? പെട്ടെന്ന് ഓടണം. ആദ്യത്തെ 3 ചുറ്റുകൾ. എന്തിനാ ഓടണം? എന്തിനാ? അതിന്റെ പിന്നിൽ ചരിത്രമുണ്ട്. റമൽ നടത്തുന്നതിന്റെ പിന്നിലെ ചരിത്രം, നബി ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ മക്കയിലെ മുശ്രിക്കുകളെ അവർ കരാറൊക്കെ എഴുതി, ആ കരാറൊക്കെ പൂർത്തീകരിച്ച് നബിയും സ്വഹാബികളും ആദ്യമായി മക്കയിൽ വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുശ്രിക്കുകൾ വിചാരിച്ചു ഇവർ മദീനയിൽ പോയിട്ട് ഇവർ തളർന്നിരിക്കുകയാണ്, ഇവരൊക്കെ ദുർബലരാണ്, അതുകൊണ്ട് തന്നെ ഇവരെ പരാജയപ്പെടുത്താൻ പറ്റുമോ, ഇവരെ ആക്രമിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി കാബന്റെ കുറച്ചപ്പുറത്തും ഇപ്പുറത്തും പാറന്റെ ഒക്കെ മറവിൽ ഇവരിങ്ങനെ മറഞ്ഞു നോക്കിയിരിക്കുകയാണ് ആര്? മുശ്രിക്കുകൾ. അപ്പോഴാണ് നബിയും സഹാബത്തും തവാഫ് ചെയ്യാൻ വേണ്ടി മത്താഫിലേക്ക് വരേണ്ടത്. അപ്പൊ അള്ളാഹു കൽപ്പിച്ചു, ആദ്യത്തെ 3 ചുറ്റലുകളിൽ ഓടാൻ വേണ്ടി പറഞ്ഞു. അവരൊന്ന് ഉഷാറായിട്ട് എന്ത് ചെയ്തു? അവരൊക്കെ ഓടി റംലും ഇർത്തിബാഉം അടക്കം ആ തവാഫിനെ അവർ പൂർത്തീകരിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവർ ഉഷാറാണ്, ഇവരെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ നിയമം ആ കാലഘട്ടത്തിലുള്ളതാണ്. അന്ന് അവർ കാണാൻ വേണ്ടിയാണ് ഓടിയത്. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, ആ മുശ്രിക്കുകൾ ഇന്നില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓടുന്നുണ്ട്. അതേപോലെ അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? സ്വഹാബികൾ തിരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളും തിരിയണമെന്ന് പറഞ്ഞു. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളും തിരിയണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വേറെ ചില ആൾക്കാർ അവർ പൊതു മസ്അല എടുത്തത് നമ്മൾ എന്ത് ചെയ്യുക? തിരിയുക എന്നുള്ളതാണ് സുന്നത്ത്. അതുകൊണ്ട് തന്നെ ഹയ്യ അല സ്വലാ എന്ന് മൈക്കന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞതിന് ശേഷം ഒന്ന് തിരിയുക. അതേപോലെ തന്നെ ഹയ്യ അലൽ ഫലാഹ് എന്ന് നേരെ പറയാ, എന്നിട്ട് ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതുപോലെ തിരിയ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ ഇതൊരു സുന്നത്തായ വിഷയമാണ്. പക്ഷേ പ്രശ്നമല്ലല്ലോ.
വ്യത്യസ്തമായ മസാലകൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിൽ ഏതൊരു രീതി സ്വീകരിച്ചാലും നമ്മുടെ ബാങ്ക് ബാത്തിലാവുകയില്ല എന്ന് എന്ത് ചെയ്യുക, പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സുബഹിയുടെ ബാങ്ക് വിളിയിൽ എന്ത് ചെയ്യണം, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയണം. അപ്പൊ ചില ആൾക്കാർ അത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, കേൾക്കുമ്പോൾ എന്താ പറയാ, സദഖ്ത വബരിർത എന്ന് പറയാറുണ്ട്. എന്നാൽ അത് സ്വഹീഹായ ഹദീസല്ല, അതിന് യാതൊരു തെളിവുമില്ല. ആ സമയത്തും ആ വാചകം തന്നെ നമ്മൾ ഏറ്റു പറഞ്ഞാൽ മതി. സദഖ്ത വബരിർത എന്നുള്ളതിന് സ്വഹീഹായ ഹദീസിന്റെ പിൻബലമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ബാങ്ക് വിളി കേൾക്കുന്ന ഒരാൾ ബാങ്കിന്റെ ലഫ്ളുകൾ അതേപോലെ പറയണം. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ പറയാം. അതേപോലെ എല്ലാ പദങ്ങളും ആവർത്തിച്ച് പറയാം. ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാം. ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്ന് നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലണം, ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലണം. രണ്ട്, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തആമ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല എന്ന് പറയുന്ന പ്രാർത്ഥന നിർവഹിക്കുക. അതേപോലെ തന്നെ നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലണം, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ചെല്ലണം. പിന്നെ റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്നും പ്രാർത്ഥിക്കണം. പിന്നെ ബാങ്കിന്റെ ലഫ്ളുകൾ അതേപോലെ പറയണം. 4 കാര്യങ്ങളാണ് ബാങ്ക് കേട്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 4 കാര്യങ്ങൾ. ഒന്ന്, അതിൻ്റെ ഇജാബത്ത് കൊടുക്കുക, നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക. ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ പഠിച്ച പ്രാർത്ഥന നിർവഹിക്കുക. അതേപോലെ തന്നെ റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന് പറയുന്ന പ്രാർത്ഥനയും നമ്മൾ നിർവഹിക്കുക. ഇനി ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്, നമ്മുടെ സമയം ഏകദേശമായി. നമ്മൾ എന്ത് ചെയ്യണം, ഈ ബാങ്ക് വിളിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബാങ്ക് വിളിയുടെ മഹത്വങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഈ ഇരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം, നമ്മുടെ പള്ളിയിലൊന്ന് ബാങ്ക് കൊടുക്കണം. അതിന് മുഅദ്ദിന്റെ അനുവാദം വാങ്ങണം. ചുമതലപ്പെടുത്തിയ ഒരാളുടെ അനുവാദമല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ബാങ്ക് കൊടുക്കാൻ പാടില്ല. ഒരു പള്ളിയിൽ നമ്മളൊരാളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് റെഡിയാക്കി. ഞാൻ അത് പറയാൻ കാരണം, ഒരു സ്ഥലത്ത് ഈ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം വന്നു. ചോദ്യം എന്താ വെച്ചാൽ, പള്ളിയിലെ ഒന്നാമത്തെ സ്വപ്പിൽ നിൽക്കുന്ന ആൾക്കാർ ഇഖാമത്ത് കൊടുക്കാൻ മത്സരിക്കുകയാണ്, ബാങ്ക് കൊടുക്കാൻ മത്സരിക്കുകയാണ്. അവരിങ്ങനെ മത്സരിക്കും. അപ്പം എന്ത് ചെയ്യും, ഇഖാമത്ത് 2-3 ആൾക്കാരോട് കൊടുത്തു തുടങ്ങും. കൂലിട്ടാൻ വേണ്ടിയുള്ള മത്സരമാണ്. അപ്പം ഇങ്ങനെ പാടുള്ളൂ എന്ന് ഈ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, നമ്മളതിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആരെയാണോ ചുമതലപ്പെടുത്തിയത് അയാളാണ് അതിന് അവകാശം. അയാൾ ആർക്കാണോ അനുവാദം കൊടുക്കുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാങ്ക് ഇഖാമത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കുന്ന പുണ്യമുള്ള കാര്യമാണ്. അതെന്ത് ചെയ്യണം, നമ്മുടെ പള്ളിയിൽ ചുമതലപ്പെടുത്തിയ ആളോട് അനുവാദം ചോദിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ ചുമതലപ്പെടുത്തിയാലാണ് നമ്മൾ ബാങ്ക് കൊടുക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്, ലൗ യഅലമുൻ നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വലി ثم لم يجدوا الا ان يستحموا عليه لستحموا. അവര് വിശ്വാസികളായ ആളുകൾ അവർ ബാങ്കിന്റെയും ഒന്നാമത്തെ സ്വപ്പിന്റെയും പ്രാധാന്യം അറിഞ്ഞിരുന്നെങ്കിൽ അതിനുവേണ്ടി അവർ തിരക്ക് കൂട്ടും, മത്സരിക്കും. എന്നിട്ട് ആ മത്സരത്തിൽ എല്ലാവരും തുല്യരാണെങ്കിൽ അവരതിന് നറുക്കിടുന്നതാണ്, എന്നിട്ടത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ്. അത്രമാത്രം പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ഒരു മാസത്തിൽ എനിക്ക് ഇത്ര ബാങ്ക് കൊടുക്കണം, ഒരു തീരുമാനമൊക്കെ എടുത്ത് നമ്മൾ മുഅദ്ദിനോട് അനുവാദം വെങ്ങി നമ്മൾ എന്ത് ചെയ്യുക, ബാങ്ക് കൊടുക്കുക. കാരണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പിശാച് ഓടിപ്പോകുമെന്നാണ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പിശാച് ഓടിപ്പോകും. നാളെ പരലോകത്ത് പ്രവാചകൻ പറഞ്ഞാൽ കഴുത്ത് നീണ്ടവരായി എന്ത് ചെയ്യും, നാളെ പരലോകത്ത് മുഅദ്ദിനുകൾ, ബാങ്ക് കൊടുക്കുന്ന ആളുകൾ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിന്റെ ശബ്ദം ഏതുവരെ എത്തുമോ, എത്ര സ്ഥലം വരെ കേൾക്കുമോ അത്രയും സ്ഥലത്തിന്റെ ഇടയിലുള്ള പിന്നെ എന്ത് ചെയ്യും, അവിടെയുള്ള കല്ലുകളും മണ്ണുകളും മരങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും. അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം ഈ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. നമ്മൾ എന്ത് ചെയ്യണം, ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കണം. ദുനിയാവുമായി ബന്ധപ്പെട്ട, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം, ഉപയോഗിക്കേണ്ട സമയമാണ് ആ സമയമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് സ്വഹീഹായ ഹദീസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ
ആ ബാങ്കിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. ബാങ്ക് വിളിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു. ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു. ഒരു മസാല കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്ത്രീകളുടെ ബാങ്കും ഇഖാമത്തും. സ്ത്രീകൾ ബാങ്ക് കൊടുക്കണോ വേണ്ടേ? അവർ വീട്ടിൽ നിന്ന് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിലൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരുഷന്മാരുള്ള സ്ഥലത്തോ പള്ളിയിലോ സ്ത്രീകൾ ശബ്ദമുയർത്തി ബാങ്ക് വിളിക്കൽ എന്താണ്? ബാങ്കും ഇഖാമത്തും വിളിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. അതാണ് അതാണ് പുരുഷന്മാരുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത്, അതേപോലെ തന്നെ പള്ളിയിൽ ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് വിളിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് നിഷിദ്ധമാണ്, ഹറാമാണ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസ അലൻ നിസാഇ അദാനുൻ വലാ ഇഖാമ. ലൈസ അലൻ നിസാ, സ്ത്രീകൾക്കില്ല, സ്ത്രീകളുടെ മേൽ ബാധ്യതയല്ല എന്ത്? അൽ അദാനു വൽ ഇഖാമ, ഇഖാമത്തും ബാങ്കും സ്ത്രീകൾക്ക് നിയമമല്ല. അപ്പൊ സ്ത്രീകൾക്ക് സമയമായാൽ അവർക്ക് നിസ്കരിക്കാം. ഒരു പെണ്ണ് വീട്ടിലാണ്, അവള് ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇഖാമത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സമയമായോ? സമയമായാൽ അവൾക്ക് നിസ്കരിക്കാം. പള്ളിയിൽ നിന്ന് ബാങ്ക് കിട്ടും, അവൾക്ക് മനസ്സിലായി സമയക്കണം, അവൾക്ക് നിസ്കരിക്കാം. ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇഖാമത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ഒരു സ്ത്രീ ഒറ്റക്കോ കൂട്ടായോ ഉള്ള സ്ഥലത്ത് ബാങ്കും ഇഖാമത്തും നിർവഹിക്കുക. ഇനി കുറേ പെണ്ണുങ്ങളുണ്ട്. അവിടുന്ന് അവര് ബാങ്ക് കൊടുത്തില്ല എന്ന് വിചാരിക്കും, ഒരു പ്രശ്നമല്ല. ഒരുപാട് സ്ത്രീകൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവര് സമയമായിട്ടുണ്ടെങ്കിൽ അവർക്ക് നമസ്കാരം എന്ത് ചെയ്യാം, അവർക്ക് ആരംഭിക്കാം. അതിലെന്തില്ല, പ്രശ്നമില്ല. എന്നാൽ ബാങ്കും ഇഖാമത്തും വിളിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചകളുണ്ട്. ആ ചർച്ചയുടെ ഖുലാസ, അതിന്റെ രത്നച്ചുരുക്കം നമുക്ക് ഇങ്ങനെ പറയാം. സ്ത്രീകൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് ഒരു പെണ്ണ് ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, അവർ മാത്രമുള്ളൂ, അത് കുറ്റമാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അവർക്ക് പുണ്യമുണ്ടോ? അവർക്ക് പുണ്യമുണ്ട് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. എന്തുകൊണ്ട് അവരത് പറയുന്നത്? അത് ദിക്റുകളാണ്. ബാങ്കും ഇഖാമത്തിലെയും പദങ്ങൾ അത് ദിക്റുകളാണ്. അതുകൊണ്ട് തന്നെ ആ ദിക്റുകൾ ആരുരുവിട്ടാൽ അവർക്ക് എന്ത് കിട്ടും? കൂലി കിട്ടും. ആ നിലയിൽ അവർക്ക് പുണ്യമുണ്ട്. പക്ഷെ മതപരമായി അവർക്ക് ശറആക്കപ്പെട്ട കാര്യമല്ല ബാങ്കും ഇഖാമത്തും. സ്ത്രീകൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അതിലെന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ സംശയം ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ഞാൻ അതിൻ്റെ വിശദീകരണങ്ങൾ നൽകുന്നതാണ്. ഇത്രയേ ഉള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ നിസ്കരിക്കുന്ന സമയത്ത് ബാങ്കും ഇഖാമത്തും ഷർത്തല്ല, ബാങ്കും ഇഖാമത്തും നിർബന്ധമല്ല. അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. എന്നാൽ ഒരു പെണ്ണ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിലാൽ ഇബ്നു റബാഹ നബിയുടെ ബാങ്കിയായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ച വ്യക്തിയാണ്. അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ ബാങ്കിയായിരുന്നു. അതേപോലെ തന്നെ സഅദ് ബിൻ ആയിദ് അൽ ഖർദി എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുബാ പള്ളിയിൽ, മസ്ജിദ് നബവിയുടെ സമീപത്തുള്ള ഖുബാ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കാൻ വേണ്ടി ഏൽപ്പിച്ച വ്യക്തിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ അബൂ മഹ്ദൂറ, അദ്ദേഹം മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാങ്കിയായിരുന്നു. ഇവരൊക്കെ ചരിത്രത്തിൽ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു പോകുന്ന പണ്ഡിതന്മാരാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇഖാമത്തുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താൻ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു തുടർച്ച ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം, ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വുദൂഉമായി ബന്ധപ്പെട്ട മസ്അലകൾ ഇൻഷാ അല്ലാഹ് അടുത്ത മാസത്തിലെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം ചോദിക്കാം, നിസ്കാരമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ചില ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യൂല, അപ്പൊ നമ്മൾ മറുപടി പറയില്ല. ഇൻഷാ നമ്മൾ ക്ലാസ്സിലായിരിക്കും നമ്മൾ വിശദീകരിക്കുക. ഗ്രൂപ്പിൽ സമയം ലഭിക്കുകയാണെങ്കിൽ അവിടുന്ന് മറുപടി പറയും. ഇല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഒരു വിശദീകരണം നൽകും. എന്നാൽ ഇപ്പോൾ തന്നെ സലാം പറയുന്നതിൻ്റെ ഹുക്കുമ് ചോദിച്ചാൽ അത് നമ്മളിപ്പോൾ പറയില്ല. സലാം പറയുന്ന സമയത്ത് പറയാന്നേ പറയുള്ളൂ. കാരണം ഇപ്പം നമ്മൾ വീണ്ടും പറഞ്ഞാൽ ആ സമയത്ത് ആ നിസ്കാരത്തിൻ്റെ അവസാനമാകും, അതൊക്കെ നമുക്ക് വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു പോകുന്ന വിഷയത്തിൽ ക്ലാരിറ്റി വേണ്ട വിഷയങ്ങളിൽ എന്ത് ചെയ്യുക, ഞങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അറിയുന്ന കാര്യങ്ങൾ പറയും, അറിയാത്ത കാര്യങ്ങൾ ഗുരുനാഥന്മാരോട് ഉസ്താദന്മാരോട് ചോദിച്ച് പഠിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ ഹാരിസ് മൗലവി. അദ്ദേഹം ഹോസ്പിറ്റലിലാണ്, നമുക്കറിയാം. ICUവിൽ നിന്ന് അദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പ്രതിസന്ധിയുടെ പ്രയാസത്തിൻ്റെ സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. എന്തായാലും
കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു വന്നത്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ ഉസ്താദിനെ, നമ്മുടെ പണ്ഡിതന് പൂർണ്ണമായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ദീർഘകാലം ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമുക്ക് നേതൃത്വം നൽകാൻ, നമുക്ക് വിജ്ഞാനങ്ങൾ പകർന്നു നൽകാൻ അള്ളാഹു നമ്മുടെ ഉസ്താദിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്, നമ്മുടെ ബന്ധുക്കളിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ ചുറ്റുപാടിലുണ്ട്. രോഗികളായ എല്ലാ ആളുകൾക്കും അള്ളാഹു രോഗം ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ നേതാക്കന്മാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.